വെച്ചിട്ട് ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ചക്കക്കുരു തൊലി കളഞ്ഞ് നടുക്കിനെ മുറിച്ചെടുക്കാം 2 കഷ്ണങ്ങളാക്കിയിട്ട്. ചക്കക്കുരു ഇറച്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: 3 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 3 സവാള, 3 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്. ഇതെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഇറച്ചിക്കറിയാണ്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു നന്നാക്കി വട്ടത്തിന് അരിഞ്ഞെടുത്തത്, സവാളയും ചതുര കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു, തക്കാളി അരിഞ്ഞെടുത്തു, പച്ചമുളക്, കറിവേപ്പില. ചക്കക്കുരു ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. കുക്കർ എടുത്ത് നമുക്ക് ചക്കക്കുരു ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില നന്നായി അരിഞ്ഞു കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരട്ടെ. ചക്കക്കുരുവിന് 2 വിസിലടിച്ചു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നു. അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തതുകൊണ്ട് ഒരു നുള്ളിട്ടാൽ മതി. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിച്ച് തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് പിന്നെ ഉപ്പൊന്നും ഇട്ടില്ല. നല്ല കറക്റ്റ് പാകമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിൽ നമുക്ക് തേങ്ങ വറുത്ത് അരച്ചൊഴിച്ച് കൊടുത്താലും നല്ലതാണ്. ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ വെച്ചാലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.